ഇതിനകത്ത് പ്രധാനമായിട്ട് ശബരിമല മാസ്റ്റർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട സമ്മിറ്റുകളാണ് നടന്നത്. ഇന്ന് ചർച്ചാവേദികളാണ് നടന്നത്. ഒന്ന് കെ ജയകുമാർ IAS നയിച്ചത്. പക്ഷേ അതിൻ്റെ മിനിറ്റ്സ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. മിനിറ്റ്സ് അവൈലബിൾ ആകുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ഇന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന കാര്യങ്ങളെന്നുള്ളത് ദേവസ്വം ബോർഡ് തന്നെ അത് അവതരിപ്പിക്കും. പലതരത്തിലുള്ള അഭിപ്രായം പറഞ്ഞതിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ട് പോലുമില്ല. അതല്ലേ ജനങ്ങൾ കാത്തിരിക്കുന്നത്. കാരണം നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്, സർക്കാർ പറഞ്ഞത് എന്താ, മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനാണ് ഇങ്ങനെ ഒരു സംഘം സംഘടിപ്പിച്ചതെന്ന് അല്ലേ. സ്വാഭാവികമായിട്ട് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ ചില നിർദ്ദേശങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുമല്ലോ. അതെന്താണെന്ന് അറിയാനല്ലേ ആളുകൾക്ക് താല്പര്യം. അത് പറയണ്ടേ, അതല്ലേ പറയണ്ടേ മന്ത്രി എന്ന നിലയിൽ. അല്ലാതെ ഇത്ര പേര് വന്നു, ഇത്ര പേര്. അതിനകത്ത് പ്രധാനമായിട്ടും 2-3 കാര്യങ്ങളാണ്. ഒന്ന് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന റോപ്പ് വേ നടപ്പിലാക്കുകയില്ല എന്നുള്ളത്. പിന്നീട് റെയിൽവേ സൗകര്യങ്ങൾ, പിന്നീട് എയർപോർട്ട്, ശബരിമലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എയർപോർട്ടിൻ്റെ കാര്യം. ഇതൊക്കെയാണ് ശബരിമല വികസനമായിട്ട്. പിന്നെ സന്നിധാനത്തെ ബാക്കിയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത്, ഭക്തർക്ക് വിരിവെക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ക്യൂ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ ക്യൂവിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഭക്തർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അതിനകത്ത് എല്ലാ സംഘടനയിൽ നിന്നുള്ള ആളുകളുടെ, എഞ്ചിനീയർമാരുടെ എല്ലാം ഇതെടുത്തിട്ട്, എക്സ്പേർട്സിൻ്റെ ഇതെടുത്തതിന് ശേഷം അതൊന്നുകൂടി ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു മിനിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കരട് രേഖ അവതരിപ്പിക്കുന്നത്. ഇന്നൊരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു ഡിസ്കഷൻ മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിനുശേഷം ഇനി തുടർ ചർച്ചകളുണ്ടാവും. പിന്നീട് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഒന്നെന്ന് പറയുന്നത്, ആദ്യമേ ശബരിമലയിലെ വരുമാനം എടുത്താണ് സർക്കാർ നടത്തുന്നത് എന്ന്, സർക്കാർ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വ്യാപകമായ രീതിയിലൊരു പ്രചരണമായിരുന്നു സംഘപരിവാർ സംഘടനകൾ ആദ്യത്തിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ്. അതിൻ്റെ വേറൊരു വശമാണ് ഇപ്പോൾ കണ്ടത്. ലഹരി ഉപയോഗിക്കുന്ന ചെകുവേര എന്നൊക്കെ പറയുന്നത് എന്തൊരു അബദ്ധ പഞ്ചാംഗമാണ്. എന്ത് ലഹരിയാണ് ചെകുവേര ഉപയോഗിച്ചത്. ചെകുവേര വലിക്കുന്ന ചുരുട്ടിനെ കുറിച്ച് കഞ്ചാവാണ് വലിക്കുന്നതെന്ന് പറഞ്ഞാൽ, ചെകുവേരെ കഞ്ചാവ് വലിച്ചെന്ന് എവിടെയാണുള്ളത്? ചെകുവേരെ കഞ്ചാവ് വലിച്ചിട്ടുണ്ടെന്ന് എവിടെയാണുള്ളത്? ക്യൂബൻ ഹവാന ചുരുട്ടാണ് ചെകുവേരയുടെ ചുണ്ടിലിരിക്കുന്നത്. അത് കഞ്ചാവാണോ? സ്പിരിറ്റ് ഉപയോഗിക്കുന്നു. ചെകുവേരയുടെ സ്പിരിറ്റ് ആയിരിക്കും. ഇതാണല്ലോ ഇത്. ഞാൻ പറഞ്ഞിട്ടില്ല, MDMA ആയിരിക്കും. ഞാൻ പറഞ്ഞു അന്ന് അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായത് കാരണം ഇപ്പൊ നിങ്ങൾ അവകാശപ്പെടുന്നതാണ്. ഇങ്ങനെ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ, ചെകുവേരയെ കുറിച്ച്, ചെകുവേരയെ പോലുള്ള മഹാനായ വിപ്ലവകാരിയെ കുറിച്ച് ഇത്തരത്തിലുള്ള അടച്ചാക്ഷേപങ്ങൾ, ഗീബൽസിംഗ് തന്ത്രങ്ങളിലൂടെ കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് വരെ ഇങ്ങനെയുള്ള അത് പറഞ്ഞ് തിരുത്തി പോവാതെ എനിക്കറിയേണ്ടത് ഡൈവേർട്ട് ഒന്നും ചെയ്യല്ല. എനിക്കത് തിരുത്തി പോകാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം ഈ അസത്യ പ്രചരണം കുറെ നാളായി തുടങ്ങിയത് ഇത് വാട്സപ്പിലൂടെയൊക്കെ, സ്ഥിരമായിട്ട് ഫേസ്ബുക്കിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള നുണമേക്കുന്ന ഈ ഒരു സംഗമത്തിൽ നിന്ന് എന്ത് നേടി എന്നുള്ളതാണ്. അത് ശബരിമലയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് നയിച്ചത്. അത് തുടങ്ങിയത് എന്ത് ഡെവലപ്മെന്റ്? ഈ സംഗമത്തിൽ നിന്ന് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ട്. അതെന്തായാലും നടപ്പിലാക്കുകയും ചെയ്യും. പിന്നെ ശബരിമല റെയിൽവേ പാതയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്, ഈ പറയുന്ന ഇത്ര വലിയ ഭക്തരോട് സ്നേഹമുള്ള ഒരു കേന്ദ്ര സർക്കാരായിരുന്നെങ്കിൽ അതിന്റെ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്ന ബാധ്യതയും കൂടെ കേരള സർക്കാരിന്റെ തലയിൽ കെട്ടിയേക്കുന്ന എന്തിനാണ്? വേറൊരു സംസ്ഥാനത്തിലും ഇല്ലാതെ നടക്കല്ലേ. ദേശീയപാത വികസനത്തിന് കേരളത്തിൽ മാത്രമാണെന്നേ ദേശീയപാത വികസനത്തിന് ടാക്സ് ചെയ്തത്. കേരളത്തിന് മാത്രമാണ് ടാക്സ് ചെയ്തത്. ഇനി റെയിൽവേ വികസനത്തിലൂടെ കേരള സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച അല്ലാതെ തന്നെ ഒരു അപ്രഖ്യാപിത സാമ്പത്തിക അടിയന്തരാവസ്ഥ കേരളത്തിന്റെ മേലെ തട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെഡറൽ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മുഴുവൻ തകർക്കാൻ വേണ്ടി ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പിലാക്കിക്കൊണ്ട് സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ പുറവിന് ഇനി റെയിൽവേ വികസനത്തിലൂടെ കേരളം ഭൂമി എടുത്തു കൊടുക്കണം. ഇത് വേറൊരു സംസ്ഥാനത്തിനും ഇല്ലല്ലോ. കേരളത്തിന് മാത്രമാണല്ലോ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം വാരിക്കോരി കൊടുക്കുകയും നടത്തുന്നത്. പ്രയോറിറ്റി ഫിക്സ് ചെയ്യണം ഡോക്ടർ ജയരാജ്. എന്നിട്ട് കിഫ്ബിയിൽ നിന്ന് നമ്മൾ പരിപാടി നടത്താമെന്ന് വെച്ചാൽ, കിഫ്ബിയിൽ നിന്ന് നമ്മൾ പരിപാടി നടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാനാണെന്ന് പറയുന്നു. ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് റെയിൽപാത യാഥാർത്ഥ്യമാക്കും, അതുപോലെ വിമാനത്താവളം, അതുപോലെ റോപ്പ് വേ, ഇതെല്ലാം ഡിസംബറിൽ ഇതിനൊക്കെ അംഗീകാരം കിട്ടും എന്ന ശുഭാപ്തി വിശ്വാസമാണ് പിണറായി വിജയൻ പ്രകടിപ്പിച്ചത്.
സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉണ്ടാവും. അതും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ, അംഗീകാരമില്ലാതെ ഈ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഭാഗത്ത് താങ്കൾ എന്താ പറയുന്നത്, ഞെരുക്കുന്നു എന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാർ. പിണറായി വിജയന് തന്നെ കോൺഫിഡൻസ് ഉണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കുമെന്ന്. പിണറായി പോലും പറയില്ല, താങ്കൾ സംസാരിച്ചതുപോലെ പിണറായി പോലും പറയില്ല, അത്രമാത്രം സഹകരണം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ 7 കോടി രൂപ എന്തിനാണ് പമ്പയിൽ കൊണ്ടൊഴുക്കി കളഞ്ഞതെന്നാണ് എനിക്ക് ഡോക്ടർ ജയരാജ് അറിയുന്നത്. 7 കോടി രൂപ ഞാൻ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നന്ദൻകോട്, അവിടെ ഒരു സുമംഗലി കല്യാണ മണ്ഡപമുണ്ട്. ആ കല്യാണ മണ്ഡപത്തിൽ കൊള്ളേണ്ട ആൾക്കാരേ ഉള്ളൂ. അവിടെ 1000 പേർക്ക് കപ്പാസിറ്റി ഉണ്ട്. 650ഓളം പേരാണ് പങ്കെടുത്തത്. ജർമ്മൻ നിർമ്മിത പന്തൽ. ഡോക്ടർ ജയരാജ്, താങ്കൾക്ക് നാണം തോന്നുന്നില്ലേ ഡോക്ടർ ജയരാജ്? ഈ ഒരു പ്രസ്ഥാനത്തെ പിന്തുണക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇതാ എന്തിനു വേണ്ടി നടത്തിയെന്നുള്ളതാണ്. നോക്കൂ, ഇത്രയും വലിയ പന്തൽ കെട്ടിയിട്ട് എത്ര പേര് ആ പന്തലിൽ വന്നിരുന്നു? എന്താ ജയരാജ് ഇത്? ഇതല്ലേ ധൂർത്ത് എന്ന് പറയുന്നത്? ഇതിനെയൊന്നും തിരുത്താതെ നിങ്ങളിപ്പോഴും പറയാണ് സാമ്പത്തിക പരാധീനതയുണ്ട് എന്ന് പറയുന്നു. അത് കേന്ദ്രം ഉണ്ടാക്കിയതാണ് എന്നും താങ്കൾ ആ രീതിയിലും സൂചന നൽകിയിരിക്കുന്നു. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ 7 കോടി രൂപ എന്തിന് ചിലവാക്കി, നിങ്ങൾ എന്ത് നേടി എന്നുള്ളത് അതിൻ്റെ മിനിറ്റ്സൊക്കെ വരട്ടെ, വരും ദിവസങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടും. പക്ഷേ എങ്കിലും ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളെങ്കിലും അവതരിപ്പിക്കാനുള്ള ബാധ്യത, ഉത്തരവാദിത്തം ദേവസ്വം മന്ത്രി വി.എൻ. വാസവനുണ്ട്. മാധ്യമങ്ങളെ കാണുമ്പോൾ അതല്ലേ ആദ്യം പറയേണ്ടിയിരുന്നത്, ഇതാ ഇത്തരം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് നയിച്ച സെഷനിൽ ഇങ്ങനെ, അല്ലെങ്കിൽ കെ ജയകുമാർ അദ്ദേഹം നയിച്ച സെഷനിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ ഇത്. അത് പറയേണ്ടതിന് പകരം അത് പറയാതെ പോയത് എന്തുകൊണ്ടാണ്? കാരണം ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും അത്തരം ചർച്ചകളിൽ നിന്നുണ്ടായില്ല എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത് ഡോക്ടർ ജയരാജ്? ഉണ്ടെങ്കിൽ അതല്ലേ ആദ്യം പറയാ, എന്തെങ്കിലും ഒരു കാര്യം പറയൂ, എന്തെങ്കിലും ഒരു കാര്യം. അതെങ്ങനെയാണ് ഇന്ന് നടന്ന ഒരു പരിപാടി? ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കൂ. ഇന്ന് നടന്ന ഒരു പരിപാടിയുടെ മിനിറ്റ്സ് എങ്ങനെയാണ് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ക്രോഡീകരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാണുന്ന പത്രക്കാരുടെ അടുത്ത് ബ്രീഫ് ചെയ്യുന്നത്? ഇല്ലാതെ ഒരു ദേവസ്വം മന്ത്രിക്ക് പറയാനായിട്ട് പറ്റുമോ? കൃത്യമായി അത് പഠിച്ചതിന് ശേഷം ചർച്ച ചെയ്ത് തുടക്കം മുതൽ ഒടുക്കം വരെ പ്രസന്റ് ആയിരുന്ന ദേവസ്വം മന്ത്രി ഇതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം പറഞ്ഞില്ലല്ലോ. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടെയാണ് ഇരുന്നത്. ഇതെന്തോ വലിയ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി അത്ര വലിയ നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ വരുന്നു, അത് അടുത്ത ദിവസം തന്നെ അത് നടപ്പിലാക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്താ ഇവിടെ സംഭവിച്ചത് ഡോക്ടർ ജയരാജ്? നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കണക്ക് പറയുന്നുണ്ട്, പക്ഷേ എത്ര പേര് പങ്കെടുത്തു? ആളില്ലാ കസേര. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്ന സമയത്ത് വിഷ്വൽ എടുത്തില്ല എന്നുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ തന്നെ ശൂന്യമായിരുന്നു കസേരകൾ. അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് ഭക്ഷണം അവിടെ ഭക്ഷണം കഴിക്കാൻ തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ഉള്ള സെഷനുകളിൽ പങ്കാളിത്തം ശുഷ്കമായിരുന്നു ഡോക്ടർ ജയരാജ്. അതാ ഞാൻ പറഞ്ഞത്, ദൃശ്യങ്ങൾ അത് കളവ് പറയില്ലല്ലോ. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല അവിടെ പങ്കെടുത്തവർ തന്നെ ഇരുന്നുറങ്ങുകയായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ല സദ്യയാണ് പഴയുടെ ഒരുക്കിയത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ചെയ്തികളിലൂടെ നിങ്ങൾ എന്താ ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് വിശ്വാസികളോടോ അല്ലെങ്കിൽ ഭക്തജനങ്ങളോടോ തരിമ്പും കൂറില്ല എന്നുള്ളത് 100% നിങ്ങളുടെ ചെയ്തികളിലൂടെ അത് പ്രകടിപ്പിച്ചതാണ്, തെളിയിച്ചതാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായി കുറച്ച് പണം സമാഹരിക്കുക, അതിന് സ്ഥാപിത താല്പര്യക്കാരെ, മാത്രമല്ല നിങ്ങളുടെ ദേവസ്വത്തിലെ ജീവനക്കാരെ, അവിടെ നേരത്തെ ജിതിൻ പറഞ്ഞ പോലെ പത്തനംതിട്ടയിലെയും കൊല്ലത്തെയൊക്കെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെയൊക്കെ നിങ്ങൾ പരമാവധി കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്നിട്ടും കസേര നിറക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതൊരു ദുർവ്യയമല്ലേ? എന്തിനാണ് ഇങ്ങനെ ഒരു സംഘവും സംഘടിപ്പിച്ചത്? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് താങ്കളോട് ചോദിക്കുന്നത്. സുമംഗലി കല്യാണ മണ്ഡപത്തിൽ 1000 പേരുടെ കപ്പാസിറ്റി ഉണ്ട്. അവിടെ വെച്ച് നടത്തിയാൽ പോരായിരുന്നോ? ഈ വയസ്സുകാലത്ത് ഇന്നലെ രാത്രി പിണറായി വിജയൻ പമ്പ വരെ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഡോക്ടർ ജയരാജ്? ആളുകളെ നിറയ്ക്കുന്നത് ഒരു പരിപാടിക്ക് ആളുകളെ നിറയ്ക്കുന്നതിന് CPM വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് അനിലേട്ടന് അറിയാമല്ലോ. 6 ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ട് കേരളത്തിൽ. ഒരു 10 ലക്ഷത്തോളം പേരുണ്ട് അനുഭാവികളെ എല്ലാം കൂടെ ചേർത്ത്. അതായത് ഒരേ മനസ്സോടെ ചിന്തിക്കുകയും ഒരേപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ ആരെയും
പറഞ്ഞില്ലല്ലോ, അവരോട് ആരെടുത്തും ആവശ്യപ്പെട്ടില്ലല്ലോ അവർ വന്നിരിക്കാൻ. അതിനകത്ത് സെലക്റ്റഡ് ആയിട്ട് നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകളെ മാത്രമേ പങ്കെടുപ്പിക്കുള്ളൂ. കാരണം അങ്ങനെയുള്ള രീതിയിലാണ് ആ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അതല്ലാതെ ഒരു പാർട്ടി പരിപാടിയായിട്ട് നടക്കാൻ പാടില്ല. അത് അയ്യപ്പ ഭക്തരുടെ പരിപാടിയായിട്ട് നടത്തണം, അയ്യപ്പ ഭക്ത സംഗമം എന്നുള്ള രീതിയിൽ തന്നെ നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്തത്. അതിന്റെ ഫലമായിട്ട് അതിന്റെ അറ്റൻഡൻസും മറ്റു കാര്യങ്ങളും പിന്നെ അയ്യപ്പ ഭക്തനാണോ? സെമിനാറുകളിൽ അതിന്റെ KT ജലീൽ അയ്യപ്പ ഭക്തനാണോ? സിമി മുൻ നേതാവ് KT ജലീൽ അയ്യപ്പ ഭക്തനാണോ? ഈ KT ജലീൽ വിദ്യാഭ്യാസം KT ജലീൽ വന്നതെന്ന് പറഞ്ഞാൽ KT ജലീൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കേരള സംസ്ഥാനത്തിന്റെ. KT ജലീൽ അതുകൊണ്ടാണ് പങ്കെടുത്തത്. ഒരുപാട് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. അവർ അതൊക്കെ ശരി തന്നെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്താണ് ഇയാളുടെ സാന്നിധ്യം കൊണ്ട് എന്ത് സന്ദേശം നൽകാനാണ്? ഞാൻ പറയുന്നത് പോലെ ഇപ്പൊ ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ക്ഷേത്രമല്ലല്ലോ. അല്ല, ആരും പറയുന്നില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു സ്ഥലമല്ലല്ലോ ഗുരുവായൂർ ക്ഷേത്രം പോലൊരു സ്ഥലമല്ലല്ലോ. ഗുരുവായൂർ ക്ഷേത്രം പോലൊരു സ്ഥലത്താണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ എന്തിനു വിളിച്ചെന്ന് നമ്മൾ ചോദിക്കുന്നതിന് സാങ്കത്യമുണ്ട്. മറ്റു മതസ്ഥരെ എന്തിനു വിളിച്ചു എന്ന് ചോദിച്ചാൽ സാങ്കത്യമുണ്ട്. യേശുദാസിനെ പോലെ ദാസേട്ടനെ പോലെ അവിടെ പാടാൻ അനുവദിക്കാത്തൊരു സ്ഥലമാണ്, അതിനകത്ത് കയറ്റാത്ത ഒരു സ്ഥലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ശബരിമല അങ്ങനല്ല. ശബരിമലയിൽ നാനാജാതി മതസ്ഥരെ അവിടെ പങ്കെടുക്കാറുണ്ട്, അവിടുത്തെ പരിപാടികളിൽ വിളിക്കാറുണ്ട്, വ്രതമെടുത്ത് പോകാറുണ്ട്. വെറുതെ വന്നിരുന്ന് പറയല്ലേ ശ്രീ ജയരാജ്, അത് വിശ്വാസികളുടെ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ആക്ടിവിസം കാണിക്കാനുള്ള സ്ഥലമല്ല ശബരിമല, അങ്ങനെ പറയല്ലേ. ഹിന്ദു മത വിശ്വാസികളുടെ, അയ്യപ്പനിൽ വിശ്വാസമുള്ള വിശ്വാസികളുടെ ക്ഷേത്രമാണ് ശബരിമല. അവിടെ വന്നിരുന്ന് അവിടെ ഹിന്ദു മതവിശ്വാസത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ വിശ്വാസങ്ങളെ മുഴുവൻ എതിർക്കുന്നവരെ ശേഖർബാബുവിനെ പോലുള്ള കൊണ്ടു നിർത്തിയിട്ടാണ് ഈ സംഘം നടത്തേണ്ടത്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് ന്യായീകരിക്കല്ലേ. രണ്ടാമതൊരു കാര്യം, ഞാൻ സംശയം ചോദിച്ചോട്ടെ. 7 കോടി രൂപ മുടക്കി നടത്തി. 7 കോടി മാത്രമാകില്ല, കാരണം PRD ഇന്ന് പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നത് സർക്കാർ ഖജനാവിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ 1 രൂപയും ചെലവഴിക്കുന്നത്. പക്ഷെ PRD ഇന്ന് വ്യാപകമായി പരസ്യം കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അത് സർക്കാരിന്റെ പൈസ ആയിരിക്കുമല്ലോ പോകുന്നത്. ഈ സംഗമം നടത്തുന്നതിന് മുമ്പ്, അതായത് ജൂൺ മാസം 25-ാം തീയതി മുതൽ ശ്രീ വാസവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം കഴിയുമ്പോൾ അതിനകത്ത് എത്രത്തോളം നിക്ഷേപം വരുന്നത് നിങ്ങൾ കണ്ടുകൊള്ളുക. ഈ ലോക കേരള സഭ നടത്തിയിട്ട് പോലും ഇത്രത്തോളം നിക്ഷേപം വരാനുണ്ട് അല്ലെങ്കിൽ വരുന്നത് പറഞ്ഞ കണക്കുകളുണ്ട്. ഇവിടെ ആവർത്തിച്ച് ചോദിച്ചിറങ്ങി അങ്ങേക്ക് അത് പറയാൻ സാധിക്കുന്നില്ലല്ലോ. പറയാമല്ലോ മന്ത്രിക്ക് ഇന്ന കാര്യങ്ങളിൽ ഇന്ന ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ അല്ലെങ്കിൽ ഭഗവാന് സമർപ്പിക്കാൻ തയ്യാറായി ഇന്ന ആൾക്കാർ വന്നു. ആളുടെ പേര് ഒന്നും പറയണ്ട. ഇത്ര കോടി രൂപ മാസ്റ്റർ പ്ലാന് വേണ്ടിയിട്ട് 50 കോടി കിട്ടി അല്ലെങ്കിൽ 100 കോടി കിട്ടി എന്ന് പറയാമല്ലോ. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കണക്കും മന്ത്രി പറയണ്ട. ദേവസ്വം മന്ത്രി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കണക്കിലേക്ക് പോകണ്ട. അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാമല്ലോ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഫലപ്രാപ്തി എന്ത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഫലപ്രാപ്തി 250 കോടി രൂപ അല്ലെങ്കിൽ ഇത്ര കോടി രൂപ മാസ്റ്റർ പ്ലാന് വേണ്ടി കിട്ടി. ഞങ്ങൾ ഉദ്ദേശിച്ച ഫലമുണ്ട്. ഇവിടെ എന്താ പറഞ്ഞത്? 4000 പേര് രജിസ്റ്റർ ചെയ്തു, ഇത്ര പേര് വന്നു, ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചർച്ച നടത്തി, ഇങ്ങനെ ചർച്ച നടത്തി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടെന്ന് ഈ ദേവസ്വം ബോർഡിന്റെ കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. നിങ്ങൾ ആ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചിട്ട് ചെയ്താൽ പോരായിരുന്നോ? എന്തിന് സന്നിധാനത്ത് വരാൻ പോയ അയ്യപ്പ ഭക്തരെ മൊത്തം നിങ്ങൾ തടഞ്ഞുകൊണ്ട് 20,000 പേർക്ക് മേളിൽ ഇന്നലെ വെർച്വൽ ക്യൂ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ ശ്രീ ജയരാജ്? 80,000-ഓളം പേരെ ഒരു ദിവസം പോകാൻ സാധിക്കുന്ന ശബരിമലയിൽ 20,000 പേരാണ്. നിലയ്ക്കൽ നിന്ന് ഇന്നലെ രാത്രി മുതൽ നിലയ്ക്കൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. അയ്യപ്പന്മാർക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അവിടെ മൊത്തം ടെന്റ് അടിച്ചു കൂട്ടി. എന്തിനാണ് ഇങ്ങനെ ഞങ്ങൾ ഈ അയ്യപ്പ വിശ്വാസികളെ ദ്രോഹിക്കാൻ നടക്കുന്നത്? ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് കിട്ടുന്നത്? പ്രായച്ചിത്തമാണോ? അതൊക്കെ തുറന്നു പറഞ്ഞുകൂടെ? ഞാൻ തെറ്റുകൾ ചെയ്തു അങ്ങ് പറയുന്നത് പോലെ മതാതീയ ആത്മീയത അങ്ങ് വിശദീകരിക്കുന്നുണ്ടല്ലോ. മതാതീയ ആത്മീയത പറയുന്ന പോലെ ഏത് ഭാഗത്തൂടെ സഞ്ചരിച്ചാലും എല്ലാം എത്തിച്ചേരുന്ന എന്നിലേക്കാണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ പറഞ്ഞുകൂടെ? വീണ്ടും വന്നിരുന്നിട്ട് ഈ ആക്ടിവിസം പറയാനും മതനിരപേക്ഷത പറയാനും പിന്നെ ഇതൊക്കെ പറയാൻ എന്തിനാണ് ഈ വേദി ഉപയോഗിക്കുന്നത്? അപ്പൊ നമ്മൾ വേദി അറിഞ്ഞ് സംസാരിക്കണം. ആ വേദിയിൽ പറയേണ്ട കാര്യങ്ങളാകണം ആ വേദിയിൽ പറയേണ്ടത്. മറ്റൊരു വേദിയിൽ പറയേണ്ട കാര്യങ്ങൾ ഇവിടെ പറയരുത്. ഇതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പൊ ഈ സംഗമത്തിന്റെ ഫലപ്രാപ്തി എന്ത്? എത്ര കോടി രൂപയുടെ നിക്ഷേപം അവിടെ കിട്ടി? അല്ലെങ്കിൽ എന്ത് വാഗ്ദാനമുണ്ടായി? മാസ്റ്റർ പ്ലാനിൽ എന്തെല്ലാം ചർച്ചകൾ നടന്നു? എന്തെല്ലാം തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നു? എന്തൊക്കെ നിർദ്ദേശങ്ങൾ നമുക്ക് പ്രായോഗികമാക്കി മാറ്റാൻ സാധിക്കും? ഇതൊക്കെ അല്ലേ പറയേണ്ടത്? മന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ? മന്ത്രി വാസവന്റെ പ്രസ് നോട്ട് ഉണ്ടല്ലോ, അങ്ങൊന്ന് വായിച്ചു നോക്കൂ. ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും പമ്പയിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനുള്ള ഒരു വെപ്രാളം മാത്രമാണ് അദ്ദേഹം കാട്ടിയത് ശ്രീ ജയരാജ്. അല്ല, ഇത് ഈ പഴയിടത്തിന്റെ സദ്യ അത്
അല്ല, അതിനെപ്പറ്റി ഒരു ചർച്ച നടന്നു. സദ്യ തീറ്റിക്കാൻ വേണ്ടി ഇവരെ വിളിച്ചു വരുത്തിയാണോ എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ അതല്ല, പറ്റില്ല. അദ്ദേഹം പറഞ്ഞു വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റി ചർച്ച നടന്നു. കാരണം ഈ 5000 പേർക്ക് ഉണ്ടാക്കിയ സംഭവം വേസ്റ്റ് ആയി പോകുന്നതുകൊണ്ട് അതിൽ കുറെ എങ്ങനെ കുഴിച്ചുമൂടാൻ സംബന്ധിച്ച ചർച്ച അവിടെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വേസ്റ്റ് മാനേജ്മെന്റ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതെ, ഡോക്ടർ ജയരാജ്, ഡോക്ടർ ജയരാജ് 5000 പേർക്ക് സദ്യ ഒരുക്കി എന്നാണ് പഴയടം രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ നോക്കൂ, ഏകദേശം 1000 പേര് പോലും ഇതിൽ പങ്കെടുത്തില്ല, ഈ സംഗമത്തിൽ പങ്കെടുത്തില്ല. അപ്പം ഈ 4000 പേരുടെ സദ്യ അത് എന്ത് ചെയ്ത് കാണും? വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു ചർച്ചാ വിഷയമായിരുന്നല്ലോ ഈ സെഷനിൽ. അപ്പോൾ എന്ത് ചെയ്ത് കാണും? ഇതിനൊക്കെ ഒരു പരിഹാരം, ആ നിർദ്ദേശം ഇന്നത്തെ ചർച്ചയിൽ ഇതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ ഐറണി ആയിട്ട് തോന്നുന്നത് എന്താണെന്നറിയോ? ഇതിനകത്ത് എനിക്ക് ഐറണി ആയിട്ട് തോന്നുന്നത് എന്താണെന്നറിയോ? ഏറ്റവും വലിയ ഹിന്ദുമത ഭക്തരാണെന്നും ഹിന്ദുത്വവാദികളാണെന്നും ഒക്കെ പറയുന്നവരാണ് ഒരു ക്ഷേത്രത്തിൻ്റെ പേരിൽ നടക്കുന്നൊരു പരിപാടി പൊളിഞ്ഞെന്ന് പറഞ്ഞ് സന്തോഷിക്കാനായിട്ട് നടക്കുന്നതെന്ന് പറയുന്നതിനകത്തൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ. ഇത് ജനം കണ്ടോണ്ടിരിക്കുക, ഇത് ജനപ്രബുദ്ധരായ കേരളീയർ ഈ ഇരട്ടത്താപ്പ്, ഈ സങ്കുചിത താല്പര്യങ്ങൾ, ഇത് വളരെ കൃത്യമായിട്ട് ജനങ്ങളത് കണ്ടോണ്ടിരിക്കുക. ആദ്യമേ ഹൈക്കോടതിയിൽ പോയി, നടന്നില്ല. ഡൽഹിയിൽ അയ്യപ്പ സംഘം നടപ്പിലാക്കാൻ നോക്കി, നടന്നില്ല. ആദ്യമേ അതിനു മുമ്പ് തന്നെ തുടങ്ങിയതാണ്. ശബരിമലയിൽ കാണിക്കയിടരുതെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയില്ലേ? ശബരിമലയിൽ കാണിക്കയിടരുതെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയില്ലേ? കാണിക്ക പോലും വിട്ടുപോകരുതെന്ന് പറഞ്ഞ് വൻതോതിലുള്ള പ്രചരണം അല്ലായിരുന്നോ? ഇതിനകത്ത് നിന്നെടുത്താണ് സർക്കാർ നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തിയില്ലേ? ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ എന്തെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു. എന്തായാലും എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. അത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഹിന്ദുത്വവാദികളുടെ ക്ഷേത്രമല്ല. ഹിന്ദുത്വവാദം വിഭാവനം ചെയ്യുന്നത് പോലെയുള്ള ഹൈന്ദവ മതം എന്ന് പറയുന്നത് ടോളറൻസിന്റെ മതമാണ്. എല്ലാ ആളുകളെയും വീണ്ടും ഈ പച്ചക്കള്ളത്തരം ഹിന്ദുത്വവും ഹിന്ദു മതവും ഡിഫറന്റ് ആണ്. നിങ്ങൾ പറയുന്നത് ഹിന്ദുത്വമാണ്. വാട്ട് യു ആർ ടോക്കിംഗ് ഈസ് അബൌട്ട് ഹിന്ദുത്വ. ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറന്റ് ഫ്രം ഹിന്ദുയിസം. ഞാൻ പറയുന്നു, അങ്ങയോടെ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, എല്ലാ മതങ്ങളിൽപ്പെട്ടവർക്കും പോയിട്ട് അവരവരുടെ ഇടപെട്ടോ? അല്ലല്ല, അങ്ങ് ഇങ്ങനെ കള്ളം പറയല്ല, അങ്ങ് വെറുതെ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? ഞാൻ പറഞ്ഞോ എഴുതാപ്പുറം എന്തിനാണ് വായിക്കുന്നത്? താങ്കൾ ഇത്ര നേരം അതിനകത്ത് ഇടപെടില്ല. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇടപെട്ടോ? ഇല്ലല്ലോ. ഞാൻ സംസാരിച്ച ഒരു ഡിബേറ്റ് ആകുമ്പോൾ ഒരു സാമാന്യ മര്യാദ കാണിച്ചു. ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ എല്ലാ മതങ്ങളിൽപ്പെട്ടവർക്ക് കയറി ഇറങ്ങാവുന്ന ഒരു സ്പോട്ടല്ല ശബരിമല. ആ ഒരു തിരുത്തൽ വരുത്തിയാൽ മതി താങ്കൾ. എല്ലാ മതങ്ങളിലെയും വിശ്വാസികൾക്ക് നിങ്ങൾ 2018 കൊണ്ടുപോയത് കൊണ്ടുപോകാൻ ശ്രമിച്ചത് അവിശ്വാസികളായ രേന ഫാത്തിമയും അതുപോലെ ബിന്ദു അമ്മിണിയും കനകദുർഗയൊക്കെ ആയിരുന്നല്ലോ, പിന്നെ മനീതി സംഘത്തെ. അപ്പോൾ അതൊക്കെ അവിശ്വാസികളും ആക്ടിവിസ്റ്റുകളും ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കയറി നിരങ്ങാവുന്ന ഒരു സ്ഥലമല്ല ശബരിമല. അങ്ങനെ കയറി നിരങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികൾ അല്ലെങ്കിൽ അയ്യപ്പ ഭക്ത അതിന് പ്രതിരോധം തീർക്കും, ഒരു സംശയവുമില്ല. അതാണ് 2018 കണ്ടത്. ശബരിമല ഈ പറഞ്ഞതുപോലെ ശബരിമല ഒരു തർക്ക വിഷയമാക്കി മാറ്റാനായിട്ട് കുറേ നാളുകളായിട്ട് ശ്രമിക്കുന്നതാണ്. ആദ്യത്തെ പ്രചരണം എന്തായിരുന്നറിയോ? ശബരിമലയിൽ കാണിക്ക ഇടാൻ പാടില്ല. ആ വർഷം ഉണ്ടായ വരുമാനം എത്രയാണെന്നറിയോ? ശബരിമലയിൽ ഈ പ്രചരണത്തിനെ എതിർത്തുകൊണ്ട് ആയിരക്കണക്കിന് ഭക്തരാണ് വന്ന് അവിടെ കാണിക്കയിട്ടത്. അതിനുശേഷം ഇതിൻ്റെ പൈസ എടുത്തിട്ടാണ് സർക്കാർ നടത്തുന്നതെന്നുള്ള പ്രചരണം, വ്യാപകമായ പ്രചരണം നടത്തിവിട്ടു. അത് ഫലിച്ചില്ല. അവസാനം അയ്യപ്പ സംഗമം നടത്താനായിട്ട് പോയപ്പോൾ ഇത് പ്രായച്ചിത്തമാണെന്ന് പറയാൻ ശ്രമിച്ചു. അത് നടന്നില്ല. ഈ പ്രോഗ്രാം നടത്തിയപ്പോൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. അത് നടന്നില്ല. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അമ്പയെ പരാജയപ്പെട്ടിരിക്കുമ്പോൾ ഇന്നൊന്നുമില്ലാഞ്ഞപ്പോൾ ആളില്ലാ കസേരകളെന്ന് പുതിയൊരു പ്രൊപ്പഗൻഡയായിട്ട് വന്നിരിക്കുകയാണ്. അല്പമെങ്കിലും നാണം അവശേഷിക്കുന്നുണ്ടെങ്കിൽ നാണം ഇവിടുത്തെ സംഘപരിവാറുകാർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ മുന്നിട്ടുകൊണ്ട് ഇനിയെങ്കിലും ഉണ്ടാവുന്ന ഇത്തരം സംഗമങ്ങളിൽ പങ്കെടുക്കാനെങ്കിലും ശ്രമിക്കുക. സർക്കാരിന്റെ അഭിഭാഷകർ ഇപ്പൊ അതെല്ലാം കാറ്റിപ്പറത്തിയിരിക്കുകയാണ്.
എല്ലാം കാറ്റിൽ പറത്തി ഭക്തർക്ക് തടസ്സമുണ്ടാക്കി, ബുദ്ധിമുട്ടുണ്ടാക്കി. മാത്രമല്ല നിങ്ങൾ ഈ പരസ്യം കൊടുത്തത്, പന്തല് കെട്ടിയത് ഒക്കെ എവിടെ നിന്നുള്ള പൈസ വെച്ചാ? ആരാണ് തന്നത്? ആരാ തന്നത്? ഏത് കോടീശ്വരനാ തന്നത്? അത് പറയാനുള്ള ബാധ്യതയെങ്കിലും ദേവസ്വം മന്ത്രിക്കില്ലേ? അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനില്ലേ? ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മുന്നിൽ നിർത്തി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ ശിഖണ്ഡിയാക്കിക്കൊണ്ടുള്ള അഭ്യാസമായിരുന്നല്ലോ ഇത് അത് മൊത്തം. പറഞ്ഞല്ലോ. എന്ത് പറഞ്ഞു? സ്പോൺസർമാരെ വെച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നതെന്ന്. സ്പോൺസർമാരെ വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ആദ്യം തൊട്ടേ പറയുന്നു. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുന്നു എന്നൊക്കെ ആയിരുന്നല്ലോ ഞാൻ പറയുന്ന കേക്ക്. ശ്രീ ജയരാജ്, ഈ 72 സ്പോൺസർമാർ ആരൊക്കെയാണ്? മന്ത്രി പറഞ്ഞ 72 സ്പോൺസർമാർ ആരൊക്കെയാണ്? അങ്ങനെ അറിയാം. ഈ 72 സ്പോൺസർമാരുടെ ലിസ്റ്റ് ഒന്നും എന്റെ കയ്യിലില്ല. എന്താ പ്രധാനപ്പെട്ട ഒരു 3-4 പേരുടെ പേര് പറയൂ. അതിന്റെ ലിസ്റ്റൊക്കെ വരുമെന്നേ. ആരൊക്കെയാണ് എത്ര പൈസ കൊടുത്തത് സർക്കാർ കണക്കിലുള്ളതല്ലേ? അറിയില്ല. ഇതിനകത്ത് ഒരുപാട് പേരുണ്ടാവും. ഈ പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. രവി പിള്ള അടക്കമുള്ള പ്രവാസികളുണ്ടാവും. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രവാസികളെല്ലാം ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വിശ്വാസികളായിട്ടുള്ള പ്രവാസികളെല്ലാം ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാനായിട്ട് സഹകരിക്കുന്ന 1000 പേരുണ്ട്. അമേരിക്കക്കാരായിട്ടുള്ള ആളുകളുണ്ട്, UK താമസിക്കുന്ന മലയാളികളുണ്ട്. അതുപോലെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണോ പോവുക? ഇനിയിപ്പോ അങ്ങനെ പറയും. എത്ര ബാലിശമാണ് ഇത്തരം വാദങ്ങൾ, എത്ര ബാലിശമാണ് ഇത്തരം വാദങ്ങൾ. ചൈൽഡിഷ് ആണ് ഈ ചൈൽഡിഷ് ടോക്കിനൊന്നും എനിക്ക് സീരിയസ് ഡിസ്കഷൻ ആണ്. ചൈൽഡിഷ് ടോക്കിന് എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിലവാരമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് എന്നെ വിളിക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദയുള്ള ഒരു നിലവാരമുള്ള ആളുകളെയൊക്കെ വിളിക്കുക. അങ്ങനെയാണ് ചർച്ച ചെയ്യാൻ ഒരു രസമുണ്ട്. ഒരു സാമാന്യ ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്നിട്ട് ദയവായി സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചൈൽഡിഷ് ടോക്ക് നടത്തുന്നവരെ അതെ അത് റിക്വസ്റ്റ് ആണ്. സീരിയസ് ടോക്ക് ആണ് സീരിയസ് ടോക്ക്.